നമ്മൾ പഠിച്ച 4 സ്റ്റിച്ച് കൊണ്ട് ഇതുപോലൊരു എംബ്രോയിഡറി ചെയ്തെടുത്താലോ. വെൽക്കം ടു ഇങ്ക് ആൻഡ് ത്രെഡ്. ഇതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് വരച്ചെടുത്തത്, കാരണം എനിക്ക് വരയ്ക്കാനുള്ള കഴിവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ തുണിയിലേക്ക് വരയ്ക്കുക, പിന്നെ നമ്മുടെ ഫ്രെയിം അതിലേക്ക് സെറ്റ് ചെയ്യുക. വരയ്ക്കാൻ അറിയാത്തവർക്ക് മാർക്കറ്റിൽ നിന്ന് പല സാധനങ്ങളും കിട്ടും, പക്ഷെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുള്ളൂ. ഇന്നത്തെ എന്റെ കളേഴ്സ് ഈ 4 നൂലിനെ പതുക്കണ്ടേ. ഇനി നമ്മുടെ കൊച്ചു പടായോണ്ട് ഞാൻ 2 ഇഴകളെ ഇവിടെ എടുക്കുന്നുള്ളൂ. നോക്കണ്ടടാ ഉണ്ണി, എനിക്ക് കണ്ണ് കാണാം. കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ കാണിച്ചേക്കാം, നോക്കി പഠിച്ചോ. ശരിക്കും നിങ്ങളൊക്കെ എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യാൻ തുടങ്ങിയത്? എന്താ നിങ്ങളെ ഇതിലേക്ക് ഏറ്റവും അട്രാക്ട് ചെയ്ത കാര്യം? എനിക്കറിയാൻ കൗതുകമുണ്ട്, എന്തായാലും കമന്റ് ഇടാം. ഞാനിപ്പോ തണ്ടിൽ നിന്നാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്, അതും ബാക്ക് സ്റ്റിച്ച് ആണ്. ബാക്ക് സ്റ്റിച്ച് അറിയത്തില്ലെങ്കിൽ എന്റെ ചാനൽ കയറി നോക്കിയാൽ മതി, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുന്നിൽ നിന്ന് പിന്നിലേക്കുള്ള ഈ ബാക്ക് സ്റ്റിച്ച് വഴി നമ്മൾ തണ്ട് ചെയ്യുമ്പോൾ ഒരു ബാംബു എഫക്റ്റ് ആണ് നമ്മുടെ ഈ തണ്ടുകൾക്ക് കിട്ടുക. ഇനി എന്താ നോക്കുന്നത്? നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് അറിയില്ലേ? ഷടപടി എന്നൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. അതിനിടയിൽ ഒന്നുകൂടെ പറയട്ടെ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഇടാൻ മറക്കരുതേ. നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച ഏതെങ്കിലും സ്റ്റിച്ച് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് പഠിക്കാന്നേ. അതാ ഒരു തണ്ട് കഴിഞ്ഞു. ഇനി ഞാനത് കെട്ടിട്ട് മുറിക്കാൻ പോവാണ്. എനിക്ക് താഴേന്ന് ചെയ്യുന്നതാണ് വശം എന്നുള്ളതുകൊണ്ട് ഞാനത് വെറുതെ നൂല് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ബാക്കിയുള്ള തണ്ടുകൾക്കും റിപ്പീറ്റ് ചെയ്യുക. നൂലിന് കെട്ടിടുക, പിന്നെ തയ്ച്ചോളുക. അധികം ബോറടിപ്പിക്കുന്നില്ല. എന്റെ തണ്ടുകളെല്ലാം ചെയ്തു വന്നപ്പോ ഇങ്ങനെ എനിക്ക് കിട്ടിയത്. ഇനി എന്താ ചെയ്യണ്ടേ? അതെ, ഇലകൾ തന്നെ. എന്റെ ചാനലില് സിമ്പിൾ എംബ്രോയിഡറി ഫോർ ബിഗിനേഴ്സ് എന്ന ഷോർട്ട് സീരീസിൽ 4 സ്റ്റിച്ചുകളാണ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ളത്. ബാക്ക് സ്റ്റിച്ച് ഉണ്ട്, റണ്ണിങ് സ്റ്റിച്ച് ഉണ്ട്, പിന്നെ ഒരു റോസാപ്പൂ വരയ്ക്കാനും അതുപോലെ ഇലകൾ ചെയ്യാനും. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടോ, വളരെ ഈസി ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ വീഡിയോയും മനസ്സിലാവും. കുറെ നേരമായിട്ട് ഈ പച്ച മാത്രം കണ്ട് എന്റെ കണ്ണ് പച്ചളിച്ചു. അതുകൊണ്ട് ഞാൻ നീലയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പൂക്കൾ ചെയ്യാൻ പോവാണ്. റോസാപ്പൂവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോ ഉണ്ട്, എന്തായാലും കാണുക. അത് കണ്ടാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ, കാരണം അത്ര എളുപ്പത്തിലാണ് ഞാൻ അതിന് ചെയ്തിട്ടുള്ളത്. ഈ റോസ് ചെയ്ത അത്രയും സമയം എന്റെ മനസ്സിൽ ഒറ്റ പാട്ടേ ഉള്ളായിരുന്നു. നമ്മുടെ വിഷയത്തിന് തെന്നി മാറിയല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താ, റോസാപ്പൂ. റോസാപ്പൂ ചെയ്യുമ്പോൾ ഒന്നിടവിട്ടുള്ള നൂലിന്റെ അടിയിൽ കൂടെ വേണം വലിച്ചെടുക്കാൻ. ഒരിക്കലും തുണിക്കകത്തേക്ക് കുത്തി ഇറക്കിയല്ല റോസാപ്പൂ ചെയ്യേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് അടിയിൽ കൂടെ വലിച്ചെടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റോസാപ്പൂ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സീരീസ് ആണ് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിത് മെയിലായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചു തന്നേക്കെ, നമുക്കത് എല്ലാവരും കാണിക്കാം. എല്ലാം ഒരേ കളർ ആവണ്ടെന്ന് വെച്ച് ബാക്കി 2 റോസിനും കടും നീല ഞാൻ കൊടുത്തത്. എങ്ങനെയുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇല ചെയ്തപ്പോൾ ഞാൻ 2 വിട്ടിരുന്നു. അത് മൊട്ടിന് വേണ്ടി വിട്ടതാ. അപ്പൊ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഞാൻ മൊട്ട് ചെയ്യാണ്. മൊട്ട് ചെയ്യുന്നത് നമ്മൾ ഇല ചെയ്യുന്നത് പോലെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും ഇല്ല, കളർ മാത്രമേ മാറുന്നുള്ളൂ. നമ്മളിപ്പോ ബിഗിനർ ലെവലാ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഡീറ്റെയിലിംഗിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾ മൊട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ എഫക്റ്റുകൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഞാൻ റോസാപ്പൂ ചെയ്തപ്പോ എനിക്ക് ഒരബദ്ധം പറ്റിയത് അതിന് വട്ടം വരച്ചു എന്നുള്ളതാ. എന്നെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല, കാരണം അത് കവർ ചെയ്യാൻ ഞാൻ പിന്നെ നടക്കേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റുകയാണെങ്കിൽ ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് എല്ലാം കൊടുത്ത് അതിനൊരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഇനി ഞാൻ ബ്രൗൺ കളർ വെച്ച് ഈ മുള്ളു പോലെയുള്ള സാധനമാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിനും വേറൊരു സ്റ്റിച്ച് ഉണ്ട്, അതിപ്പോ ഞാൻ പറഞ്ഞു തരാത്തത് കൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അതിന് ഔട്ട്ലൈൻ ആയിട്ട് ഇങ്ങനെ വരച്ച് മാത്രം കൊടുത്താൽ മതി. നമുക്ക് വേറൊരു സീരീസിൽ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് കാണുമ്പോൾ പെട്ടെന്ന് തീരുമെങ്കിലും കുറച്ച് സമയം എടുക്കുന്ന കാര്യം തന്നെയാ. എന്റെ ടീ ടൈം വരെയായി. പിന്നെ ഞാൻ വിചാരിച്ചു ചായ കുടിച്ചുകൊണ്ട് വർക്ക് ചെയ്യാം. ശരിക്കും എംബ്രോയിഡറി ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എന്റെ അമ്മൂമ്മയാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചെയ്യാറുള്ളത്. അന്നും എനിക്കിതിനോടൊന്നും ഒരു താല്പര്യമില്ല. പിന്നീട് എപ്പോഴും ഒരിക്കൽ ഭയങ്കര സ്ട്രെസ്സായ ഒരു സമയത്ത് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരുന്നു ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എംബ്രോയിഡറി എന്ന് പറയുന്ന ഭയങ്കര സ്ട്രെസ് റിലീഫ് തരുന്ന ഒരു സാധനമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. വലിയ ചിലവൊന്നും ഉള്ളതല്ല. നമ്മുടെ പൂവിന് ഒരു കെട്ടൂടെ കൊടുക്കാനുണ്ട്. ഈ രീതിയിൽ കെട്ടൂടെ അങ്ങ് കൊടുത്തോ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. അപ്പൊ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.